ഞായറാഴ്ചകളോടെ പ്രാർത്ഥിക്കാൻ വരുന്നതാ. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ദേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലത്തിലാ കേട്ടോ ഒന്ന് പിടിച്ചു നിൽക്കണത്. മനസ്സിലായോ? അതായത് അച്ഛാ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലത്തിലാ ഒന്ന് പിടിച്ചു നിൽക്കുന്നതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകാം, കയ്യിലൊന്നുമില്ല, പക്ഷേ പിടിച്ചു നിൽക്കുന്നത് പ്രാർത്ഥനയുടെ ബലാന്ന്, പ്രാർത്ഥനയുടെ ബലം കൊണ്ടാന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങളോട് നിങ്ങളുടെ വീട്ടുകാർ ചോദിക്കും, എന്തിനാ ഈ പോട്ടാശ്രമത്തിലേക്ക് സ്ഥിരം പോകുന്നത്? അത് അവിടെ എന്നെ ഉണ്ടായിട്ടാ, നീക്ക് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നെ മെച്ചമുള്ള അല്ലേ? എന്നാൽ ആ ചേച്ചി ഇവിടെ എങ്ങനെ ഉണ്ടാവും? ഒരു ചേച്ചി എന്നോട് വന്ന് പ്രാർത്ഥിച്ചത്, അച്ഛാ ഞാൻ കരഞ്ഞ് നിലവിളിച്ചിട്ടാ വീട്ടിൽ നിന്ന് വന്നിരിക്കണേ. രാവിലെ കാപ്പി കുടിക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ദേ പോട്ടാശ്രമത്തിലേക്ക് പോവുക. ഭർത്താവുണ്ടല്ലോ, ഇരുന്ന കസേര അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ കസേര എടുത്തൊരു ഒറ്റ അടി അടിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു, നിനക്ക് പണിയൊന്നുമില്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത്രയും തകർന്ന് തരിപ്പണായിട്ട് കിടക്കുക, എന്നിട്ട് നീ പോട്ടേ പോയി പ്രാർത്ഥിക്കുന്നു. എന്നതായി പ്രാർത്ഥിക്കുന്നേ? എന്നാത്തിനാ പ്രാർത്ഥിക്കുന്നേ? ആ സഹോദരി കരയുമ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഈ കണ്ണുനീരിന്റെ ബലത്തിലാ ഇപ്പോഴും നിങ്ങളുടെ വീട് നിലനിൽക്കുന്നത്. ഹല്ലേലൂയാ. മനസ്സിലാവണുണ്ടോ? ഈ കണ്ണുനീരിന്റെ ബലത്തിലാ. ആ സഹോദരി ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു 3 ബസ് മാറി കയറണം. എന്നോട് പറഞ്ഞു, അച്ഛാ കാലാവസ്ഥ അത്ര അനുകൂലമൊന്നും അല്ല, ഭർത്താവ് രാവിലെ ഇങ്ങനെ എന്നോട് വഴക്കുണ്ടാക്കി, എന്നിട്ടും ഞാൻ ഇങ്ങോട്ട് വന്ന എന്നാന്നറിയോ? എൻ്റെ മക്കളെ കുറിച്ചും എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ചും എനിക്ക് അത്രമേൽ സ്നേഹമുണ്ട് അച്ഛാ. ഇനി എനിക്കറിയാം ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഇതല്ലാതെ വേറൊരു വഴിയില്ലെന്ന് എനിക്കറിയാം. ഈ പ്രാർത്ഥന കൊണ്ടാണ്. പ്രാർത്ഥിച്ചാൽ സ്വർഗം നിനക്ക് ഒരു ശക്തി നൽകും. ഹല്ലേലൂയാ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഈ അഭിഷേകം നൽകും. പ്രാർത്ഥിച്ചാൽ സ്വർഗം നിനക്ക് ഒരു ശക്തി നൽകും. വലതും ഇടതും ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, സ്വർഗം നിനക്കൊരു ശക്തി നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.